മുഹമ്മദ് നിഷാമിനെതിരായ കേസ് നടത്തിപ്പിൽ സർക്കാരിൽ പൂർണ്ണ വിശ്വാസമില്ലെന്ന് കൊല്ലപ്പെട്ട ചന്ദ്രബോസിന്റെ കുടുംബം. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിലും നിഷാമിന്റെ ജയിലിലെ സുഖജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിലും മുഖ്യമന്ത്രി ഉറപ്പ് പാലിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. ഈ നില തുടർന്നാൽ നിഷാം ഉടൻ ജയിൽ മോചിതനാകുമോ എന്ന് ഭയമുണ്ടെന്നും ചന്ദ്രബോസിന്റെ മകൻ അമൽദേവ് പറഞ്ഞു. ചന്ദ്രബോസ് വധക്കേസിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന നിഷാമിന് പരോൾ നൽകണമെന്നും ചന്ദ്രബോസ് വധക്കേസ് പുനരന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് നിഷാമിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. ജില്ലാ കോടതിയുടെ വിധിക്കെതിരെ നിഷാം നൽകിയ അപ്പീൽ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ സർക്കാർ നൽകിയ അത്രയും പിന്തുണ ഇടത് സർക്കാർ നൽകുന്നില്ലെന്ന് ആരോപിച്ച് ചന്ദ്രബോസിന്റെ മകൻ രംഗത്തെത്തിയത്. ജാമ്യത്തിൽ വിടണമെന്ന് പറഞ്ഞിട്ട് കുറെ പേര് കൂടിയുണ്ടായിരുന്നു. പിന്നെ ജയിലിൽ എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഫോം വഴി എല്ലാം നടക്കുന്നുണ്ട്. വിശ്വാസം വെച്ചാൽ മുൻ സർക്കാരിൽ നല്ല രീതിയിലാണ് എല്ലാം ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു പേടിയുണ്ട്. ഇത്തിരി വിശ്വാസക്കുറവ് തന്നെയാണ്. വിചാരണ കോടതിയിൽ കേസ് നടത്തിയ അഡ്വക്കേറ്റ് CP ഉദയഭാനുവിനെ തന്നെ ഹൈക്കോടതിയിലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാക്കണം. നിഷാമിന്റെ ജയിലിലെ സുഖജീവിതവും ശിക്ഷാ ഇളവിനുള്ള പട്ടികയിൽ ഇടം പിടിച്ചതെങ്ങനെയെന്നും അന്വേഷിക്കണം. ഈ ആവശ്യങ്ങളുമായി മാസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ നടപടിയില്ലെന്നാണ് ആക്ഷേപം. ഇതോടെയാണ് CPI-കാരായ കുടുംബം പിണറായി സർക്കാരിനെതിരെ തിരിഞ്ഞത്. പ്രധാനമായുള്ള ഡിമാൻഡ് ഒന്ന്, ഉദയഭാനു സാറിനെ വെക്കണം. രണ്ട്, നിസാം ഇപ്പോൾ ജയിലിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖസൗകര്യങ്ങൾ അന്വേഷിച്ചൊരു റിപ്പോർട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ ആ കത്ത് കൊടുത്തിരുന്നു. പിന്നെ 2 ആഴ്ച മുന്നേ നമ്മൾ വീണ്ടും മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തിരുന്നു. അതിനും ഒരു മറുപടി നമുക്ക് തന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടുംബങ്ങൾക്ക് നല്ലൊരു പേടി ഞങ്ങൾക്ക് കടന്നുള്ളത്. മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ടെന്നും കുടുംബം പറഞ്ഞു. മീഡിയ 1 തൃശൂർ.